Incoming call from Shiva Kadior, home nurse Riki Karakaranam.
നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തു വരമ്പാകേ ആകാശവും ഭൂമിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചകളെയും ചെയ്യുമാറാകട്ടെ. മകനിയുമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നതപ്രഭനാം മിശിഹാനാഥാമൃതരെല്ലാരും മിന്നി വിളങ്ങും വാദനമടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. വന്ധ്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കിൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളും. എന്തുകൊണ്ട് നാം പാപമോചനം എന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കർമ്മങ്ങൾ ആരംഭിക്കാം. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ യോഗത്തില് കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും കുഞ്ഞുമിത്രാദികൾക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും ഇടവകയുടെ പേരുടെ അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതവനായ ദൈവം നിങ്ങളുടെ ഈ വേദനയിലും വിഷമത്തിലും അവരെ സമാശ്വസിപ്പിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അമ്മച്ചി വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി
മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രോഗിലേവനം സ്വീകരിച്ചു, വിശുദ്ധോപാനം സ്വീകരിച്ചു. വളരെ ശാന്തമായിട്ട് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ കടന്നുപോയതാണ് നമുക്കറിയാം. പ്രിയപ്പെട്ട ഈ അമ്മച്ചിക്ക് നല്ലവനായ ദൈവം നിത്യസൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ കുടുംബത്തോടുള്ള അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ നാട്ടിലെ സമൂഹത്തോടും ഇടവകയോടും സഭയോടും കൂട്ടായ്മയോടും ഒക്കെ ഈ കുടുംബവും ഇവരുടെ മക്കളും അമ്മച്ചിയുടെ മക്കളും ഒക്കെ എത്രയോ കാര്യമായി സഹകരിക്കുന്നു. അതെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളെ അമ്മ വഴി കുടുംബത്തിന് തുടർന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വൈദികരെയും ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് പല സ്ഥലങ്ങളിലായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വീട്ടിലെ ചില കർമ്മങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉച്ചകരോടത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ്. സംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ചുള്ള അനുശോചന സന്ദേശങ്ങൾ പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ നൽകുന്നതായിരിക്കും. പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അനുദപിക്കുന്ന പാപികളുടെ കൃഷ്ണവേദമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായ പനിനീരിനെ ആശ്രയിക്കണമേ. ജലത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചിന്തകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ദൈവത്തിന് സ്തുതി. സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഭക്തനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളിൽ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുലർത്തുകയും മഹനീയമായ ദുരിതത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പുഷ്പം പോലെ വിരിയുന്നു. ചുടികാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതുമെതിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്ന് ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യരോ നിക്ഷേപം കൂട്ടുന്നു. വേണ്ടിയാണെന്ന് പറയുന്നില്ല. നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും
നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. വലിയവനും സ്തുത്യർഹനമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യന് ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസിയാകുന്നു. വിരമിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാരം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാകുന്നു. പരിശുദ്ധാത്മാവിൻ സ്തുതി നിർവാഴമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വരം പാലെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കണേ. നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെയും ഒഴിവുമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെയും ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താരാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി നിന്റെ കൽപ്പനയായി ഈ ലോകം വിട്ടു പുറപ്പെടുത്തിയ ആത്മാവിനെ
നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്താനിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷയ്ക്ക് ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാന വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസന്റെ മരണത്തിന് സ്വയം കണ്ണുനീർച്ചിന്റെ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും അവിടുത്തെ പുത്രനും ഞങ്ങളുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും പുണ്യവാന്മാരുടെയും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ കരുണകളെ ഞങ്ങളുടെ പാപങ്ങൾ നാശിക്കുകയും ചെയ്യട്ടെ. എന്റെ മഹനീയമാനങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ നടത്തിനെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. പുത്രം സമീപത്തുകളാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവ് പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം നർത്താമറിയം ചെറുകണ്ണീരം വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നടുവേപ്പെട്ടു കരഞ്ഞു കണ്ണുകൾ താണു. ജീവനുയരും ഞാനാകുന്നു കരയൊരു ദൈവം കരുണയുടന്തികമാർന്നതിലേശൻ ശാന്തി പൊളിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എല്ലാവരും ഈ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്ന് നമുക്കൊന്ന് ആദരവ് അർപ്പിക്കാമെന്ന് എല്ലാ സിസ്റ്റേഴ്സും പ്ലീസ്.
കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരുത്തുകളും താനേ രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃഗനായുസ്സും പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. സുജലവരാനന്ദിക്കും കർത്താവേ, നിൻ സ്വനിലവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യവിലും നിൻ ചേർക്കണമേ. ുമ്പോൾ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാലപുത്രൻ ലോകായി മുതലാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണയിൽ അനുഗമിക്കുകയും നിന്റെ ആരാധിക്കുന്ന പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. കർത്താവേ, കൃപയ്ക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും എല്ലാരും മിന്നി വിളങ്ങും വരനമുടനരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാകളനാഥം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമാതം നഗരാമൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്നു. പരിശോധന ഉയർത്തിക്കേണ്ടവരെ നാമത്തിന് സ്തുതി. നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, എന്റെ പാപമെല്ലാം ഓർത്തിരിക്കുന്നെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരുദ്ധാനം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുനരുദ്ധാനം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. അഗാധ
മരിച്ചവരെ ഉയർപ്പിക്കുന്നവന് നിബിധന നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവനായകവുമായ ശബ്ദത്താൽ ലാഭനേപദേവസ്ഥാവയാൽ ശബ്ദം മഹനീയമായ നീതിവിധികളുടെയും ചെയ്യട്ടെ. പാവപ്പെടുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ദൈവത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദാവൂദുമായ സർവേശ്വരായ എന്നേക്കും. അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഭാരതീയ സ്മരണവരെ മറുപടിയോടെ ഒപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും സർവ്വത്തിന്റെയും നാഥനും ദൈവമായ വിശുദ്ധായ ദൈവദൂതന്മാരുടെ നീ പ്രത്യക്ഷരാകുകയും സുഖരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും പരിശുദ്ധരായ കവളങ്ങളിൽ നോക്കുകയും സ്വച്ഛജനങ്ങൾ നെടുമാന്മാരിൽ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ബുദ്ധിതരായിരിക്കുന്ന മക്കളെയും മരുമക്കളെയും കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ 92 വർഷങ്ങളായി ഭൂമിയിൽ വളരെ സുദീർഘമായ ജീവിതം നയിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രിയപ്പെട്ട അമ്മച്ചിയും നിത്യസമ്മാനത്തിനായി നീക്കപ്പെട്ടിരിക്കുകയാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ദുഃഖത്തിൻ്റെ അവസരമാണ്. തങ്ങൾ സ്നേഹിച്ച, തങ്ങളെ ഒത്തിരിയേറെ സ്നേഹിച്ച പ്രിയപ്പെട്ട അമ്മച്ചി എന്നേക്കുമായി ഭൗതികമായി അവരോട് പറഞ്ഞ ദൈവസന്നിധി
അവരുടെ ദുഃഖത്തിൽ പങ്കാളികളാവുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം പ്രിയപ്പെട്ട അമ്മശ്ശേരിയെ തീർച്ചയായും ഈ ലോക സമൂഹത്തെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരെയും സംബന്ധിച്ച് വലിയ അനുഗ്രഹത്തിന്റെ നന്ദിയുടെ അവസരമാണ്. ഈ ഭൂമിയിൽ വളരെ മാതൃകാപരമായി 22 വർഷങ്ങൾ ജീവിച്ച് മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തി വലിയവരാക്കി എല്ലാം കണ്ട് സന്തോഷിച്ച് ഈ അവസാന നാളുകൾ വരെ ബോധത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ജീവിക്കുവാനും ഇനിയാണ് തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഉദാശകൾ സ്വീകരിക്കുവാനും ഒക്കെ സാധിച്ചു. ഇതെല്ലാം നല്ല ഒരു ജീവിതത്തിന്റെ അടയാളമായി ദൈവം നൽകുന്ന സമ്മാനമായി നമ്മൾ കരുതുകയാണ്. തീർച്ചയായിട്ടും മരണം നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ദുഃഖത്തിന്റെ അവസരമാണെങ്കിലും പ്രതീക്ഷയോടെ ക്രൈസ്തവരായ നമ്മൾ ഓരോ മരണത്തെയും പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. നമ്മുടെ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതോടൊപ്പം ഇവരെല്ലാവരും അന്ത്യദിനത്തിൽ കർത്താവിനെ എല്ലാവരെയും ഉയർപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും ഉയർപ്പിക്കുകയും നിത്യസമ്മാനത്തിനായി ഒരുക്കുകയും ദൈവത്തിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യും. ആ ഒരു വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. ആ ഒരു പ്രത്യാശയോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ ദേവാലയവും നമ്മുടെ ഈ തിരുക്രമങ്ങളും നമ്മുടെ ആഘോഷമായ മത്സരത്തുമെല്ലാം ഈ ഒരു വലിയ പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പലരും നമ്മുടെ ഈ ഇടവകയിൽ മരിക്കുന്നുണ്ട്, മരിച്ചിട്ടുണ്ട്. തീർച്ചയായും അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരോടുള്ള ബഹുമാനവും ആദരവും നമ്മൾ കാണിക്കുന്നു. പിന്നെ ഈ അമ്മശ്ശിയോടുള്ള ആദരവ് കാണിക്കുവാനായി നമ്മളുടെ ആയിരിക്കുമ്പോൾ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ നമ്മളെല്ലാവരും ഈ അമ്മശ്ശിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മളിലൂടെ കുടുംബങ്ങൾ ഈ ഇടവകയിൽ വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് അമ്മശ്ശിയും മക്കളും ഓരോ മക്കളും ഈ ദേവാലയവുമായി ഞാനിടയായിരുന്ന കാലത്തും അതിന് മുൻപും ഇപ്പോഴുമെല്ലാം വലിയ ശുശ്രൂഷകൾ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കൈക്കാരനായി വ്യത്യസ്തങ്ങളായ വശങ്ങളിൽ കമ്മിറ്റിക്കാരനായി ഈ ഇടവകയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നു. ജോർജിനെയും കുടുംബത്തെയും അതോടൊപ്പം വിനോയിയുടെ വീട്ടിലാണ് അമ്മച്ചി താമസിച്ചിരുന്നത്. തറവാട്ടില് നമുക്കറിയാം വളരെ മനോഹരമായി അമ്മച്ചിയെ നോക്കുവാനും ശുശ്രൂഷിക്കുവാനും വിനോയും തെറ്റിയും ഇദ്ദേഹവും പരിശ്രമിച്ചിട്ടുണ്ട്. അമ്മച്ചിക്ക് അവസാന കാലഘട്ടങ്ങളിൽ സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട്, സമാധാനത്തോടെ ആയിരിക്കുവാൻ, അഭിമാനത്തോടെ ആയിരിക്കുവാനായിട്ട് വിനോയുടെയും ഭാര്യ തെറ്റിയുടെയും എല്ലാം വലിയ സ്നേഹവും സഹായവും ശുശ്രൂഷയും അമ്മച്ചിയെ ഒത്തിരിയേറെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വിനോയും ഭാര്യയുടെയും ഇപ്പോഴത്തെ വസ്തുക്കളും നിർമ്മലകരെയും ഒക്കെ പല ജോലികളും നമ്മളുമായി ഇടവകയും സഭയും ഒക്കെയായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റോരോരുത്തരും ജോയിച്ചേട്ടനും ഷാനിയും ജോസിയേട്ടനും പ്രിയപ്പെട്ട മക്കൾ, ബഹുമാനപ്പെട്ട സിസ്റ്റർ മാനന്തവാടി തിരുഹൃദയ സന്യാസിനി സമൂഹം അംഗമാണ്. ഇപ്പോൾ നിർമ്മലയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ചേച്ചി മകനെ ഇവരെല്ലാവരും സഭയുമായി ബന്ധപ്പെട്ടവരാണ്. എപ്പോഴും ഏതാവശ്യങ്ങളിൽ ഇടവകയുടെ പൊതുവായ കാര്യങ്ങളിൽ, സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് സേവനം ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാൻ, തങ്ങളെ തന്നെ മറന്ന് ഓരോ കാര്യങ്ങളിലും ഇടപെടാനുള്ള ഓരോരുത്തർക്കും കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. ഈ അമ്മയിൽ നിന്നും ലഭിച്ചതാണ്. വിത്തുഗുണം പത്തുഗുണമെന്നാണ് പറയുക. ഈ അമ്മശ്രീയുടെ സ്നേഹ മനോഭാവവും ശുശ്രൂഷ മനോഭാവവും ത്യാഗ മനോഭാവവും ഒക്കെ മക്കളിലേക്ക് നല്ല ഒരമ്മയുടെ ഗുണമാണത്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന ഏതാവശ്യങ്ങൾ മറ്റു പലരില്ലാത്ത അവസരങ്ങളിൽ നിസ്വാർത്ഥമായി പ്രതിഫലിക്കാതെ സേവനം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇവരെല്ലാവരും പരിചിതരാണ്. ഓരോ ദിവസവും ഇവരെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാറുള്ളപ്പോൾ ഈ മക്കൾ ഓരോരുത്തരെയും നന്ദിയോടെ അനുസ്മരിക്കുക. ഇടവകയുടെ പേരിലും ഈ നാടിന്റെ പേരിലും അതോടൊപ്പം പ്രിയപ്പെട്ട അമ്മച്ചി നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രായമായി വിശ്രമിക്കുന്ന കാലഘട്ടത്തിന് ഇനിയും സ്വർഗത്തിലിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് മുമ്പേ ഈ അമ്മച്ചി സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും മറ്റു വൈദികരും, മാനന്തവാടിയിൽ നിന്നും അതിനുള്ള വൈദികര്, സഭയിലെ വൈദികര്, അങ്ങനെ പല വിധത്തിൽ ഈ കുടുംബവുമായി വൈദികർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്,
പ്രാർത്ഥനയും അറിയിക്കുന്നു. നമുക്ക് ഭക്തിപൂർവ്വം ഈ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത് പ്രിയപ്പെട്ട യേശുവിന് വേണ്ടിയും മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ മരണത്തിലൂടെ നിത്യസമാധാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ രോഗാകുലരായ എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ തിരുക്രമങ്ങളിൽ പങ്കാളി പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജീവനോ അതുപോലും ശരണമോ അരുളീണ. അവൻ ശബ്ദമുയർത്തിപ്പോൾ ഭൂമി ഉലങ്ങി. ശബ്ദമുയർത്തുമ്പോൾ കല്ലറ
യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന എല്ലാ വൈദികരോടും ബഹുമാനോടും എല്ലാ സഹോദരീസഹോദരന്മാരോടും സ്നേഹവും നന്ദിയും ഈ കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നു. നിങ്ങളുടെ ആത്മീയത തുടർന്ന് ഓർക്കുക. നിങ്ങളുടെ കാര്യം ഓർക്കുന്നതിന് വൈകുന്നേരം 6 മണിക്കുള്ള സുഖമാകുന്നുണ്ട്. പങ്കെടുക്കാവുന്നതാണ്. ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടും ഓർത്തോർത്തിനെയും നൈരാശ്യത്തോടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുകളിൽ ഞാൻ പൊക്കിയാണെങ്കിലും വിളിച്ചോളാം. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീവാൻ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ 2ാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യലത്താൽ ഈ കപടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നയിക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. ദിവസം നിന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിനെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഇവിടെയുള്ളവർ കുടുംബാംഗങ്ങളുടെ പുറകോട്ട് മാറുന്നു. ഇവിടെ ഒരു വഴി കൊടുക്കുക. ബാക്കിയുള്ളവർ 2 ലൈനായിട്ട് മുമ്പോട്ട് കയറി വന്ന് അന്ത്യോപചാരം അർപ്പിക്കുക. എന്റെ കർത്താവിനെ അപേക്ഷിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ
കരുണയോടെ നിർത്തണമേ നല്ലവരുത്തു വലമ്പാകേ. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും പാപകമുള്ള കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതരായുസ്സും. അവരെ ദോഷനിക്കും കർത്താവേ നിൻ ശോണിതവും ദിവശരീരമരുവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു, ആഭരണനാദം കേൾക്കുമ്പോൾ ജീവൻ വിളിക്കുന്നു. തെളിവായ എന്നോട് നാഥാനെ തിരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എണ്ണി വിളിക്കല്ലേ. പരിശുദ്ധാത്മാവിനും സ്തുതി, പാവപുത്രൻ ൃഹായേ ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനവത്യൻ പരിശുദ്ധൻ, ജിംഗങ്ങൾ കേൾക്കണമേ. അവനിക്ക് പ്രതികരണത്തെ അവിടെ വിശദീകരിച്ച കർത്താവേ, വിശദീകരിക്കണമേ. മലാക്കന്മാരോടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ദൈവത്തിന്റെ നാമം എല്ലാവരും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ അനുഗ്രഹിക്കണമേ. വിദ്യാഭ്യാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ജീവന്റെ ദൈവത്തിന്റെ നാമം എല്ലാവരും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ വിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കല്ലേ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളീശ മക്കളോടും കൂടെ കടശീലുദ്ധാനം നിതരാം കണിവാർന്നരുവൈതേ കർത്താവഹിലേശൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിങ്ങൾ മാറിക്കൊടുത്തേ.
ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇച്ചിരി ഇങ്ങോട്ട് വേണം വരണം. വേണോ? ഇവിടെ ചെറിയൊരു പൊടി ഇങ്ങോട്ട് വേണം. അതിൽ നോക്കിയില്ല ഒരു പൊടി രണ്ടൊരു ഇല്ല. ചെരിഞ്ഞു പോകുന്നു. അത് വിട്ടാറില്ല. അവിടെ ഇച്ചിരി ഒന്ന് ഇതല്ലേ രാവിലത്തെ പൈസ ഉണ്ടോ?